ഹായ്. അയർലൻഡ് വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടത്? എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും റീസെൻ്റ്ലി ആപ്ലിക്കേഷൻ ഫോം അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഗൂഗിൾ സെർച്ച് ചെയ്തു, കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു. പക്ഷേ തന്നെ ആപ്ലിക്കേഷൻ ഫോം ചെയ്യാനുള്ള ഒരു എന്താ പറയുക, അത് തോന്നിയില്ല. അപ്പം ഞാൻ ഒരു ഏജൻസീനെ കൊടുത്തിട്ടാണ് ചെയ്തത്. ഏജൻസീനെ കൊടുത്ത് ചെയ്തു. ഒരാൾക്ക് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഏജൻസീനെ കൊടുത്ത് ചെയ്തത്. അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു. അതനുസരിച്ച് അവർ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ ചെക്ക് ചെയ്തു. പേരും ഡീറ്റെയിൽസും എല്ലാം കറക്റ്റായിരുന്നു. പാസ്പോർട്ട് നമ്പർ, എൻ്റെ എക്സ്പയറി ഒക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി. പക്ഷേങ്കിൽ സംഭവിച്ചതെന്നാന്ന് വെച്ചാൽ VFSൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സർനെയിമും ഫോർനെയിമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ റിജക്റ്റ് ചെയ്തു. അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഫോം വെക്കാം. ഒരു 45 മിനിറ്റ്സ് ടൈം തന്നു. ആ സമയത്തിനുള്ളിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ അവർ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ടെൻഷനായി. കാരണം ഇത് ചെയ്തത് നമ്മൾ തന്നെയല്ല, അറിയത്തുമില്ല എങ്ങനെയായിരുന്നു എന്ന്. പക്ഷേങ്കിൽ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ആ സമയത്ത് ജസ്റ്റ് അയർലൻഡിലെ ഗവൺമെൻറ് സൈറ്റിൽ പോയി സെർച്ച് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്തു. ആ ഒരു സമയം കൊണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു. അത് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻറ്റും എടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യത്തിനാണ് ഞാനിങ്ങനെ ഏജൻസിക്ക് എന്താ പറയുക പേയ്മെൻറ്റും കൊടുത്ത് ചെയ്യിപ്പിച്ച് അത് സക്സസ് ആവാൻ പറ്റിയുമില്ല. അവസാനം തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ചെയ്യുന്നത് എന്നൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അതിൻ്റെ നമ്പർ, കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോകുമ്പം നമ്മുടെ ഫാമിലി ഇപ്പം അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അവരുടെ വിസ, അവരുടെ IRPയുടെ കോപ്പി, പിന്നെ നമ്മുടെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ്, ഇതൊക്കെ കറക്റ്റായിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോവുകയും വേണം. പിന്നെ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തും പോയി ഡോക്യുമെൻറ്റ്സും എല്ലാം കൊണ്ട് പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഈ അയർലൻഡ് വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റേ വിസ എന്ന് പറയും. പിന്നെ ഇതിന് ഫീസ് പ്രത്യേകിച്ചൊന്നുമില്ല. ഫീസ് ഇല്ല എന്നല്ല, വിസയ്ക്ക് ഫീസൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കുറേ ചാർജും പിന്നെ VFSൽ ഒരു ചെറിയൊരു എമൗണ്ടും, അത് ഒരാൾക്കൊരു 65-70 അറൗണ്ട് അത്രയൊക്കെ ആവത്തുള്ളൂ. ആ ഒരു എമൗണ്ട് മാത്രമേ ആവത്തുള്ളൂ. അല്ലാതെ വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണ്. അപ്ലൈ ഫോർ അയർലൻഡ് വിസ ഫ്രം UK. കാരണം UK നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ Ireland.ie എന്ന് കാണുന്ന ഇതിലേറ്റവും ഫസ്റ്റ് കാണുന്നത് വിസ ഫോർ അയർലൻഡ്, എംബസി ഓഫ് അയർലൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് കാണുന്ന ലിങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും വിസ ഫോർ അയർലൻഡിൻ്റെ വിസാസ് ഫോർ അയർലൻഡ് എന്നൊരു പേജ് ഓപ്പൺ ചെയ്ത് വരും. അതിനകത്ത് അപ്പോയിൻമെൻറ്റ്സ്, ഹൂ നീഡ് എ വിസ, ഹൗ ടു പ്ലേ, എൻ്റെ പ്രോസസ്സിങ് ടൈം, പേയ്മെൻറ്റ്സ്, എന്തെങ്കിലും വിസ റെഫ്യൂസൽ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പം കാണാം. ഇതിനകത്ത് കണ്ട ഹൗ ടു അപ്ലൈ, അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ ഫോം, കംപ്ലീറ്റ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, ടൈപ്പ് ഓഫ് വിസ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, പിന്നെ സബ്മിറ്റ് യുവർ സൈൻഡ് ആപ്ലിക്കേഷൻ ഫോം ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ബൈ വൺ ഓഫ് ദ ഫോളോവിങ് മെത്തേഡ്സ്. ഇങ്ങനെ കുറേ ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഹൗ ടു അപ്ലൈ എന്ന ആ ഒരു സെക്ഷനിൽ പോയിട്ട് കംപ്ലീറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനകത്തെല്ലാം ഓക്കെ. സോ സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ, കംപ്ലീറ്റ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ഇങ്ങനൊരു പേജ് ഓപ്പൺ ചെയ്ത് തരും. വെൽക്കം ടു അവർ AVATS ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെസിലിറ്റി എന്നൊരു
സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഇത് അവിടുത്തെ അയർലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. സോ ഇങ്ങനൊരു ഓപ്പൺ ചെയ്ത് വരും. അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജാണ് വരുന്നത്. ഓൺലൈൻ വിസ പ്രീ ക്ലിയറൻസ് ആപ്ലിക്കേഷൻ ബിഫോർ യു അപ്ലൈ എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, വിസ ആപ്ലിക്കേഷനും അതിൻ്റെ ക്ലിയറൻസ് ആപ്ലിക്കേഷൻ ഇതൊക്കെ. പിന്നെ അതൊരു ഡിക്ലറേഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലോട്ടാണ് പോകുന്നത്. ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റാർ ആയിട്ടുള്ള അപ്പം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും. നമ്മുടെ കൺട്രി ഓഫ് നാഷണാലിറ്റി ഏതാണെന്ന് വയ്ക്കുക. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, ഏത് രാജ്യക്കാരാണോ അതനുസരിച്ചിട്ട്. പിന്നെ വാട്ട് ഈസ് ദ റീസൺ ഫോർ ട്രാവൽ, അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഫാമിലി വിസിറ്റ് ആണോ, അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതാണോ, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകണോ. നമ്മളിപ്പോൾ ഫാമിലി വിസിറ്റ് അല്ലെങ്കിൽ ജോയിൻ ദ ഫാമിലി പോകുന്നതെങ്കിൽ വിസിറ്റ് ഫാമിലി ഓർ ഫ്രണ്ട്. അപ്പോൾ വിസിറ്റ് മൈ ഫാമിലി ഓർ ഫ്രണ്ട് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വാട്ട് ടൈപ്പ് ഓഫ് വിസ ഓർ പ്രീ ക്ലിയറൻസ്, അത് ഓൾറെഡി ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഷോർട്ട് സ്റ്റേ, കാരണം ഫാമിലി വിസിറ്റിംഗ് വിസയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഷോർട്ട് സ്റ്റേ വിസ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ ജേർണി ടൈപ്പ് സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ. അപ്പം മൾട്ടിപ്പിൾ എൻട്രി നമുക്ക് വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം പോകുമ്പോഴത്തേക്കും നമ്മൾ സിംഗിൾ എൻട്രി വെക്കുന്നതായിരിക്കും നല്ലത്. മൾട്ടിപ്പിൾ എൻട്രി വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പർപ്പസ് ഓഫ് ട്രാവൽ, എന്തിനാണ് നമ്മൾ പോകുന്നത്. സോ വി ക്യാൻ ഫിൽ ടു വിസിറ്റ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നെ നമ്മുടെ പാസ്പോർട്ട് ടൈപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെൻ്റ് നമ്പർ അതെല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ജസ്റ്റ് ഒരു റഫായിട്ട് ഒരു നമ്പർ മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രപ്പോസ്ഡ് ഡേറ്റ്സ് യു വിഷ് ടു എൻറ്റർ ആൻഡ് ലീവ് അയർലൻഡ്. അപ്പം നമ്മൾ എന്നാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റും എന്നാണോ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത് ആ 2 ഡേറ്റുകളും ഇതിൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ജനുവരിയിൽ ഉള്ളൊരു ഡേറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തിരിച്ചും ജനുവരി ലാസ്റ്റ് എന്നുള്ളൊരു ഡേറ്റാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്കാണ് പോകുന്നത്. അതിനകത്ത് നമ്മുടെ സർനെയിം ആൻഡ് ഫോർനെയിം, നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ സർനെയിം ഫിൽ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റാർ ഉള്ള കാര്യങ്ങളൊക്കെ അത് മാൻഡേറ്ററി ആയിട്ടും ഫില്ല് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ഗ്യാപ്പായിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോയാൽ എന്താ പറയുക, ആപ്ലിക്കേഷൻ ഫോം പ്രൊസീഡായിട്ട് പോകത്തില്ല. അപ്പോൾ സർനെയിം ഫില്ല് ചെയ്ത് കൊടുക്കുക, ഫോർനെയിം ഫില്ല് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് പാസ്പോർട്ടിൽ എന്താണോ അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മിഡിൽ നെയിമും ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പം ഒക്കെ അവർ തിരുത്തി വേറെ ആപ്ലിക്കേഷൻ ഫോം ചെയ്യാൻ പറയും. ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്ത് കൊടുക്കാം. ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. കൺട്രി ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യുക. പിന്നെ കറൻറ്റ് ലൊക്കേഷൻ, ഇപ്പം ഞാൻ UK നിന്ന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യുണൈറ്റഡ് കിങ്ഡം വെക്കുന്നുണ്ട്. എന്ത് ചെയ്ത് യുണൈറ്റഡ് കിങ്ഡം ഇല്ല ഇതിൽ, കിട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ട് വെച്ചു. പിന്നെ നമ്മുടെ കറൻറ്റ് അഡ്രസ്സ്, നമ്മളിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ്, നമ്മുടെ പോസ്റ്റ് കോഡ്, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ വരുന്നുണ്ട്, കോണ്ടാക്റ്റ് ഇമെയിൽ നമ്പർ വരുന്നുണ്ട്. ഫോൺ നമ്പരും ഇമെയിൽ നമ്പരും എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റിലേക്ക് പോവാം. അപ്പം അടുത്ത പേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് പ്രസൻറ്റ് കൺട്രി, നമ്മൾ എത്ര നാളായിട്ടാണ് ഈ UK അത് എത്ര ഇയേഴ്സ് എത്ര മന്ത്സ് ആയിട്ടുണ്ടെന്ന് ചെയ്യുക. പിന്നെ ഡു യു ഹാവ് പെർമിഷൻ ടു റിട്ടേൺ ടു ദാറ്റ് കൺട്രി ആഫ്റ്റർ യു സ്റ്റേറ്റ്. ഇതെല്ലാം yes or no നമ്മൾ ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത് നമ്മളിതിനു മുമ്പ് ഏതെങ്കിലും വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡു യു ഹാവ് ഫാമിലി മെമ്പേഴ്സ് ലിവിങ് ഇൻ അയർലൻഡ്, അത് യെസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഫ്രണ്ട് ആരുടെ അടുത്തോട്ടാണോ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോകുന്നത് അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. സോ അവരുടെ പാസ്പോർട്ടിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്പെല്ലിംഗ് ഒന്നും
തെറ്റാതെ അവരുടെ നെയിം, സർനെയിം, ഫോർനെയിം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ റിലേഷൻഷിപ്പ് എന്താണോ അത്. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൻറ്റി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതർന്നുള്ള ഓപ്ഷൻസ് ചെയ്യാം. പിന്നെ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ റിജക്ഷൻ ആയിട്ടുണ്ടോ എന്നൊക്കെ ബാക്കി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതൊക്കെ നോ ചെയ്യുക. നെക്സ്റ്റ് പോകുമ്പോഴത്തേക്കും പാസ്പോർട്ട് ഓർ ട്രാവൽ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ആണ്. ഇത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഓൾറെഡി നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ അവിടെ വരും. ട്രാവൽ ഡോക്യുമെൻ്റ് ടൈപ്പും വരും. നാഷണൽ പാസ്പോർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇഷ്യൂയിങ് അതോറിറ്റി, അതിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് എക്സ്പയറി ഡേറ്റ്. ദെൻ വിൽ ഗോയിങ് ടു നെക്സ്റ്റ് പേജ്. ആർ യു കറൻ്റ്ലി എംപ്ലോയിഡ്? നമ്മൾ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ ചെയ്യുക. പിന്നെ നമ്മുടെ എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ നെയിം, എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത്, നമ്മുടെ ഓക്യുപ്പേഷൻ എന്താണ് അത്, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അഡ്രസ്സ്, അത് പോയിട്ട് നെക്സ്റ്റ് പോകാം. ദെൻ വിൽ യു ബി ട്രാവലിംഗ് വിത്ത് എനി അതർ പേഴ്സൺ? നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് നോ ചെയ്യാം. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എസ് ചെയ്യാം. എസ് അടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ആരാണോ വരുന്നത് അവരുടെ ഫുൾ നെയിം ആൻഡ് റിലേഷൻഷിപ്പ്, നമ്മൾ എത്ര പേര് പോകുന്നു അവരുടെ ഫുൾ നെയിം ആൻഡ് റിലേഷൻഷിപ്പ് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അഡ്രസ്സ്. ഇത് നമ്മുടെ അയർലൻഡിലുള്ള നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അവരുടെ അഡ്രസ്സും പോസ്റ്റ് കോഡും ഫോൺ നമ്പറും വെക്കണം. പിന്നെ നെക്സ്റ്റ് പോകുമ്പോഴത്തേക്കും അവരുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. സോ അഗെയിൻ വി ഹാവ് ടു എൻ്റർ ദെയർ ഡീറ്റെയിൽസ്, അവരുടെ സർനെയിം, ഫോർ നെയിം, ഓക്യുപ്പേഷൻ. then ഇതിനകത്ത് വി ക്യാൻ മെൻഷൻ റിലേഷൻഷിപ്പ് ടു ദ ആപ്ലിക്കൻറ്റ്. നമ്മുടെ ബ്രദർ ആണെങ്കിൽ ബ്രദർ, ആൻറ്റി ആണെങ്കിൽ ആൻറ്റി, ആരാന്ന് വെച്ചാൽ അങ്ങനെ. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഇമെയിൽ ഐ ഡി. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ പോകുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. പേഴ്സണൽ സ്റ്റാറ്റസ്, മാരീഡ് ആണെങ്കിൽ മാരീഡ്, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, അത് ആ ഓപ്ഷൻസ് അടിച്ച് വെക്കുക. ദെൻ ഇഫ് യു ട്രാവലിംഗ് അലോങ് വിത്ത് യുവർ സ്പൗസ് ഓർ പാർട്ട്ണർ വി ക്യാൻ മെൻഷൻ ദാറ്റ് ഹിയർ. പാർട്ട്ണറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും ഇതിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കണം. എക്സാക്ട്ലി പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ കൊടുക്കാൻ നോക്കുക, അല്ല അങ്ങനെ കൊടുത്താലേ പറ്റത്തുള്ളൂ. സോ അവരുടെ ഡീറ്റെയിൽസ്, പേര്, ഫുൾ നെയിം, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത് വയ്ക്കുക. പിന്നെ അവരുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, ജെൻഡർ, ഏത് കൺട്രിയിലാണ് അവരിപ്പോൾ നമ്മുടെ കൺട്രി തന്നെ ആയിരിക്കും. സോ അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ കുട്ടികളാരെങ്കിലും കൂടെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും സെയിം ആസ് ലൈക്ക് ദർ പാസ്പോർട്ട്, ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതെല്ലാം വെച്ച് കൊടുക്കുക. then ഇതിനകത്ത് ചോദിക്കുന്നത് നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ ഓൺ പാസ്പോർട്ടിലായിരിക്കും പോകുന്നത്. സോ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ പോവാം. ദെൻ ഇത് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഏജൻസി ത്രൂ ആണോ നമ്മൾ ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നമുക്ക് നോ ചെയ്യാം, നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് ലാസ്റ്റ് പേജ് ഡിക്ലറേഷൻ ഫോം, അത് റീഡ് ചെയ്ത് ഡിക്ലറേഷൻ ഫോമിൻ്റെ അവിടെ ഒരു കോളുണ്ട്, ടിക്ക് ചെയ്യുക. ഫുൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽസും ഇതിനകത്ത് കാണും. അതൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ദെൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കുന്നത്. വ്യൂ ആൻഡ് പ്രിൻറ്റ് സമ്മറി ഷീറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് അതും കൊണ്ട് വേണം പോകാൻ. ഇവിടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ട കോളത്തിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ഫോട്ടോ കൊണ്ട് പോയാൽ മതി, അത് അവർ ചെയ്തോളും. ഇതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോവുക. ഡേറ്റ് ആൻഡ് സിഗ്നേച്ചർ ഇടാനുണ്ട്, ഡേറ്റ് ആൻഡ് സിഗ്നേച്ചർ എടുക്കാം. നമ്മൾ തുടക്കത്തിൽ ആപ്ലിക്കേഷൻ ഫോം എടുത്ത ആ സൈഡിൽ ഒന്നും കൂടെ പോവുകയാണെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഹൗ ടു അപ്ലൈ അതിൻ്റെ നേരെ താഴെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതിൻ്റെ താഴെ ടൈപ്പ് ഓഫ് വിസ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടും. ഇതാണ് ചെക്ക് ലിസ്റ്റ്, നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസാണ്. പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, കുറച്ചും കൂടെ ഡോക്യുമെൻറ്റേഷൻസ് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ മതി. സോ ഈ ചെക്ക് ലിസ്റ്റും നമ്മൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോകണം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഇതിനകത്തുണ്ടോ അത് റൈറ്റ് സൈഡിൽ കോളത്തിൽ ടിക്ക് ചെയ്ത് വിടുക. പിന്നെ ഇപ്പം ഒരു ഫാമിലിയിൽ 3 പേര് പോകുന്നുണ്ടെങ്കിൽ 3 പേർക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം വേണം. ഇതിപ്പോൾ ഫില്ല് ചെയ്തതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലും സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് പോകണം. എല്ലാ ഡോക്യുമെൻറ്റേഷനും ഓരോ ഇൻഡിവിജ്വലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് വേണം പോകാൻ. ഈവൻ ചിൽഡ്രൻ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ.